ചൈന അരുണാചലിൽ കയറിയെന്ന വാർത്ത കേട്ടവരെല്ലാവരും ആശങ്കപ്പെട്ടു. പക്ഷേ ഇന്ത്യൻ സൈന്യം പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ സത്യം എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഗൗരവമുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളിലും വലിയ രീതിയിൽ പ്രചരിക്കുകയുണ്ടായി. ചൈനീസ് PLA അരുണാചൽ പ്രദേശിലേക്ക് കടന്നു കയറി, തക്സിംഗ് മേഖലയിൽ പുതിയ ക്യാമ്പുകളും റോഡുകളും നിർമ്മിച്ചു, ഇന്ത്യൻ ഭൂമി വീണ്ടും ചൈന കൈവശപ്പെടുത്തി, അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്ന് വരെ തലക്കെട്ടെഴുതിയ മാധ്യമങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഏത് ഇന്ത്യക്കാരനിലും സ്വാഭാവികമായിട്ടും വലിയ ആശങ്കയുണ്ടാവും. കാരണം അരുണാചൽ പ്രദേശ് ഒരു സാധാരണ അതിർത്തി സംസ്ഥാനമല്ല. ചൈന വർഷങ്ങളായിട്ട് അവകാശവാദം ഉന്നയിക്കുന്ന ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സുരക്ഷയിൽ അതീവ നിർണായക സ്ഥാനമുള്ള പ്രദേശമാണത്. പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ്: ഈ വാർത്ത യഥാർത്ഥത്തിൽ സത്യമാണോ? ഇപ്പോൾ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഇതിൻ്റെ ഉത്തരം വ്യക്തമാണ്. ഇന്ത്യൻ സൈന്യം ഈ വാർത്തയെ പൂർണ്ണമായിട്ടും നിഷേധിച്ചിരിക്കുന്നു. അവർ പറഞ്ഞതിങ്ങനെയാണ്: അരുണാചൽ പ്രദേശിൽ ചൈനീസ് PLA പുതിയതായിട്ട് കടന്നു കയറി ക്യാമ്പുകൾ സ്ഥാപിച്ചു, അഥവാ റീസെൻ്റ് എൻക്രോച്ച്മെൻറ്റ് ആൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് ക്യാമ്പ്സ് എന്ന റിപ്പോർട്ടുകൾ തെറ്റായതും യാതൊരു അടിസ്ഥാനവുമില്ലാത്തതുമാണ്. ഇതാണ് സൈന്യത്തിൻ്റെ ഔദ്യോഗിക നിലപാട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിശകലനത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ഈ വാർത്തയുടെ യഥാർത്ഥ ഉറവിടം എവിടെ നിന്നാണ്, എന്തുകൊണ്ടാണ് ഇത് എത്രത്തോളം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടത്, ചൈനയുടെ യഥാർത്ഥ അതിർത്തി തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നിവയാണ്. സുഹൃത്തുക്കളെ നമസ്കാരം, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഫാക്ട് ചെക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വിവാദത്തിൻ്റെ തുടക്കം അരുണാചൽ പ്രദേശിലെ അപ്പർ സുബൻസിരി ജില്ലയിലെ തക്സിംഗ് മേഖലയിലാണ്. അവിടെയുള്ള നാ വെൽഫെയർ സൊസൈറ്റി എന്ന പ്രാദേശിക ഗോത്രവർഗ സംഘടന ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിച്ച ഒരു നിവേദനമാണ് വാർത്തകൾക്ക് ആധാരമായത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തങ്ങളുടെ പരമ്പരാഗത പ്രദേശങ്ങളായിട്ടുള്ള ഓവിങ്, പനിയാർ, മർപ്പൻ, പെട്രാങ് തടാകം, തിൻടിങ് താങ് എന്നിവിടങ്ങളിലേക്ക് തദ്ദേശവാസികൾക്ക് പോകാൻ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നതായിരുന്നു അവരുടെ പരാതി. ഈ മേഖലകളിൽ ചൈനീസ് സൈന്യത്തിൻ്റെ സാന്നിധ്യം വർദ്ധിച്ചതായും ചില അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടന്നതായും അവർ ആരോപിച്ചു. ഈ പ്രദേശങ്ങൾ അവർക്ക് വെറും ഭൂപടത്തിലെ അടയാളങ്ങളല്ല, മറിച്ച് അവരുടെ പൂർവികർ നൂറ്റാണ്ടുകളായിട്ട് വേട്ടയാടാനും കന്നുകാലികളെ മേയ്ക്കാനും വനവിഭവങ്ങൾ ശേഖരിക്കാനുമായിട്ട് ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത മേഖലകളാണ്. അതിർത്തി സുരക്ഷ കർശനമായതോടെ തങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന അവരുടെ ആശങ്ക തികച്ചും യഥാർത്ഥമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന വശങ്ങൾ: ഇതൊരു പ്രാദേശിക സംഘടനയുടെ ആശങ്ക മാത്രമാണ്, ഒരു ഔദ്യോഗിക സൈനിക റിപ്പോർട്ടോ സ്ഥിരീകരിച്ച ഇൻ്റലിജൻസ് വിവരമോ അല്ല. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ രാജ്യത്തിൻ്റെ കണ്ണും കാതുമാണ്. അവരുടെ പരാതികൾ ഗൗരവമായിട്ട് പരിശോധിക്കപ്പെടുകയും വേണം. എന്നാൽ ഔദ്യോഗിക അന്വേഷണത്തിന് മുമ്പ് അതിനെ ചൈന ഇന്ത്യൻ മണ്ണ് കയ്യേറി എന്ന രീതിയിൽ സെൻസേഷണലൈസ് ചെയ്ത് അവതരിപ്പിച്ചത് തെറ്റായ ഒരു നറേറ്റീവാണ്. മാധ്യമങ്ങളിലെ വാർത്തകൾ വ്യാപകമായതോടെ ഇന്ത്യൻ സൈന്യം കൃത്യമായ സമയത്ത് തന്നെ ഔദ്യോഗിക പ്രതികരണം നൽകി. അരുണാചൽ പ്രദേശിൽ പുതിയ കടന്നുകയറ്റം നടന്നു എന്നതും അതിർത്തിക്കുള്ളിൽ PLA ക്യാമ്പുകൾ സ്ഥാപിച്ചു എന്നതുമായ ആരോപണങ്ങളെ സൈന്യം അസന്നിഗ്ധമായിട്ട് തള്ളിപ്പറഞ്ഞു. പ്രതിരോധ നയങ്ങളിൽ ഇന്ത്യൻ സൈന്യം സാധാരണയായിട്ട് അളന്നു മുറിച്ച ഭാഷയാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആരോപണം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്ന് സൈന്യം വ്യക്തമാക്കുമ്പോൾ അതിന് വലിയ വിശ്വാസ്യതയുണ്ട്. അതിനർത്ഥം സൈന്യം പ്രാദേശികരുടെ ആശങ്കകളെ അവഗണിച്ചു എന്നല്ല, അതിർത്തി മേഖലകളിൽ ജനങ്ങളുമായി സ്ഥിരമായ ബന്ധം നിലനിർത്തുന്നതും ഗ്രൗണ്ട് ലെവൽ മെക്കാനിസം വഴി പരാതികൾ പരിശോധിക്കുന്നതും സൈന്യം തുടരുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്ത ഒരു അവകാശവാദം ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഹെഡ്ലൈൻ ആക്കരുത് എന്ന് മാത്രം. ഈ വിവാദം ഇത്രത്തോളം പടരാൻ കാരണം ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ്. ഇതാണ് ചൈനീസ് നിർമ്മാണം, ഇത് ഇന്ത്യൻ പ്രദേശത്തിനകത്താണ് എന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ ഇതിൻ്റെ പേരിൽ പ്രചരിച്ചു. എന്നാൽ ഒരു സാറ്റലൈറ്റ് ചിത്രം ശരിയായ തെളിവാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ കോർഡിനേറ്റുകൾ പരിശോധിക്കണം. ലഭ്യമായ ജിയോസ്പേഷ്യൽ വിശകലനങ്ങൾ പ്രകാരം പ്രചരിച്ച ചിത്രങ്ങളിൽ കാണുന്ന വലിയ കെട്ടിടങ്ങളും റോഡുകളും ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിനകത്തല്ല. അവ അതിർത്തി രേഖയിൽ നിന്നും ഏകദേശം 1.25 കിലോമീറ്റർ മാറി ചൈനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ടിബറ്റൻ ഭാഗത്തുള്ള ലാലാലിംഗ് എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചൈന സ്വന്തം നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് ചില മാധ്യമങ്ങൾ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലെ കടന്നുകയറ്റമായിട്ട് ചിത്രീകരിച്ചത്. ഒരു ശത്രു രാജ്യം അതിർത്തിക്ക് മറുപുറത്ത് വലിയ തോതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ തന്ത്രപരമായ ആശങ്ക തന്നെയാണ്.
സ്വന്തം ഭാഗത്ത് അവർ റോഡോ പാലമോ നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്നുണ്ടെങ്കിലും അത് ഭാരതത്തിൻ്റെ മണ്ണിലേക്കുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമോ അധിനിവേശമോ ആകുന്നില്ല. ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ പിന്നിലെ യഥാർത്ഥ പശ്ചാത്തലം മനസ്സിലാക്കാനായിട്ട് ചൈനയുടെ അതിർത്തി തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ചൈന തിബത്തൻ അതിർത്തി മേഖലകളിൽ സിയാവോ കാങ് ബോർഡർ വില്ലേജ് പ്രോഗ്രാം എന്നൊരു തന്ത്രപരമായ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അവർ ആധുനിക ഗ്രാമങ്ങൾ, റോഡുകൾ, കമ്മ്യൂണിക്കേഷൻ ടവറുകൾ, ലോജിസ്റ്റിക് സംവിധാനങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്നത്. ഇത് വെറുമൊരു ഗ്രാമവികസന പദ്ധതിയല്ല, മറിച്ചൊരു തന്ത്രപരമായ ആയുധമാണ്. അതിർത്തി പ്രദേശങ്ങളിൽ സിവിലിയൻ സാന്നിധ്യം ഉറപ്പാക്കുക, സൈനിക നീക്കങ്ങൾ കൂടുതൽ സുഗമമാക്കുക, ഭാവിയിൽ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങളുടെ സാന്നിധ്യം കാണിച്ച് അവകാശവാദങ്ങൾ ശക്തമാക്കുക. ഇതാണ് ചൈനയുടെ ദീർഘകാല തന്ത്രം. ചൈനയുടെ ഈ നീക്കങ്ങൾക്ക് മറുപടിയായിട്ട് ഇന്ത്യയും വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം പോലെയുള്ള പദ്ധതികളിലൂടെ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളെ അതിവേഗം ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ ഭാഗം LAC പെർസെപ്ഷൻ വ്യത്യാസങ്ങളാണ്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ പല മേഖലകളിലും ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒന്നാണ്. മലനിരകളും നദികളും നിറഞ്ഞ ഈ ദുർഘട മേഖലകളിൽ അതിർത്തിയെക്കുറിച്ച് ഇരുപക്ഷത്തിനും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ ഒരു പ്രദേശത്തെ തങ്ങളുടെ പെട്രോളിംഗ് മേഖലയായിട്ട് കാണുമ്പോൾ ചൈന അതിനെ അവരുടെ ഭാഗമായിട്ട് കണക്കാക്കുന്നുണ്ട് പലയിടത്തും. തക്സിംഗ് മേഖലയിലെ ആസാഫില പോലെയുള്ള പ്രദേശങ്ങൾ മുൻപും ഇത്തരം തർക്കങ്ങളാൽ വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്. ഇത്തരം തർക്ക മേഖലകളിൽ ഇരുപക്ഷത്തിൻ്റെയും പെട്രോളിംഗ് സംഘങ്ങൾ വരുമ്പോൾ അവശേഷിപ്പിക്കുന്ന താൽക്കാലിക അടയാളങ്ങളെ, അതായത് ഭക്ഷണപ്പൊതികൾ, താൽക്കാലിക ടെൻറ്റുകൾ, ഇതിനെ സ്ഥിരമായ സൈനിക ക്യാമ്പുകളായിട്ട് പ്രാദേശികരും മാധ്യമങ്ങളും തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുമുണ്ട്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അതിർത്തിയിലെ പെട്രോളിംഗ് വ്യത്യാസങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. നാ വെൽഫെയർ സൊസൈറ്റിയുടെ പരാതിയെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളാണ് ഗ്രൗണ്ടിൽ നടക്കുന്ന മാറ്റങ്ങൾ ആദ്യം കാണുന്നത്. അവരുടെ യഥാർത്ഥ പ്രശ്നം ഭൂമി നഷ്ടപ്പെട്ടതല്ല, മറിച്ച് അവരുടെ പരമ്പരാഗത സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതാണ്. അതായത് മുൻകാലങ്ങളിൽ അതിർത്തികളിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളോ ഔട്ട് പോസ്റ്റുകളോ ഇല്ലാതിരുന്നപ്പോൾ ഈ ഗോത്രവിഭാഗങ്ങൾ കന്നുകാലികളെ മേയ്ക്കാനും വനവിഭവങ്ങൾ ശേഖരിക്കാനുമായിട്ട് മലനിരകളിൽ സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയും ചൈനയും അതിർത്തികളിൽ കർശന നിരീക്ഷണവും ഔട്ട് പോസ്റ്റുകളും സ്ഥാപിച്ചതോടെ ഇവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയാതെയായി. തങ്ങളുടെ പൂർവികരുടെ പരമ്പരാഗത മേഖലകളിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടതിനെ അവർ വൈകാരികമായിട്ട് നമ്മുടെ ഭൂമി നഷ്ടപ്പെടുന്നു എന്ന് പരാതിപ്പെട്ടുവെങ്കിലും നിയമപരമായിട്ട് അത് ഇന്ത്യൻ പരമാധികാരമുള്ള ഭൂപ്രദേശത്തിൻ്റെ നഷ്ടമല്ല. ഈ വാർത്ത ഉയർന്നു വന്ന സമയത്തിന് വലിയ ഭൗമരാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിലെ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വിദേശകാര്യ സൈനിക തലങ്ങളിൽ WMCC ചർച്ചകൾ വഴി ബന്ധങ്ങൾ പതുക്കെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടമാണ് ഇത്. ഇത്തരമൊരു നയതന്ത്ര അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ കൃത്യമായ തെളിവുകളില്ലാതെ ഇത്തരം സെൻസേഷണൽ വാർത്തകൾ പ്രചരിക്കുന്നത് ആഗോളതലത്തിലെ ചില നറേറ്റീവ് ബിൽഡിങ്ങുകളുടെ ഭാഗമാകാൻ സാധ്യതയുണ്ടെന്ന് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വൈകാരിക പ്രതികരണങ്ങളെക്കാൾ വസ്തുതകൾക്കും സൈന്യത്തിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾക്കുമാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. സുഹൃത്തുക്കളെ, അരുണാചൽ പ്രദേശ് ഭാരതത്തിൻ്റെ അഭേദ്യമായ ഭാഗമാണ്. ചൈന എത്ര അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും ആ യാഥാർത്ഥ്യം മാറില്ല. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ പ്രതികരണങ്ങൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഈ പ്രത്യേക സംഭവത്തിൽ തക്സിംഗ് മേഖലയിലെ പ്രാദേശികരുടെ പരാതി ഗൗരവമുള്ളതാണ്. അത് ഭരണകൂടം പരിശോധിക്കേണ്ടതുമാണ്. എന്നാൽ അതിനെ ചൈനീസ് അധിനിവേശമായിട്ട് ചിത്രീകരിച്ചത് അങ്ങേയറ്റം തെറ്റായ മാധ്യമ വ്യാഖ്യാനമാണ്. ഇന്ത്യൻ സൈന്യവും ITBPയും അതിർത്തിയിൽ പൂർണ്ണ ജാഗ്രതയോടെ നിലകൊള്ളുന്നുണ്ട്. ചൈനയുടെ ദീർഘകാല തന്ത്രങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യ സൈനികപരമായും നയതന്ത്രപരമായും ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുമുണ്ട്. അനാവശ്യമായ വ്യാജഭീതികൾക്കും യഥാർത്ഥ ഭീഷണികൾക്കും ഇടയിലുള്ള വ്യത്യാസം തിരിച്ചറിയുമ്പോഴാണ് ഒരു രാജ്യം കൂടുതൽ ശക്തമാകുന്നത്. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള നെറേറ്റീവുകൾ നമുക്ക് രാജ്യത്തിനെതിരെ ധാരാളമായിട്ട് പലപ്പോഴും കാണാനായിട്ട് സാധിക്കും. അതിൽ വീഴരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയറാക്കി തന്നു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ഭാരത് മാതാ കി ജയ്.